വിശേഷങ്ങളിലൂടെ നമ്മൾ അടുത്തതായി കാണിക്കാൻ പോകുന്നത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, നമ്മുടെ നാട്ടിലും ഇവിടെയും ഒക്കെ എല്ലാ മലയാളികളും കാത്തുകൊണ്ടിരിക്കുന്ന ഒരു ആഘോഷം വരികയാണ്, ഓണം. അപ്പോൾ ഓണത്തിൻ്റെ തെക്കും തിരക്കും ഒക്കെ എല്ലായിടവും തുടങ്ങിക്കൊണ്ടിരിക്കുകയാണ്. പക്ഷെ എന്നാലും ഇവിടെ ഒണ്ടേറിയോയിൽ ആദ്യമായിട്ട്, ഓണം ഇനി വരാൻ സമയമുണ്ട് എന്നിട്ട് പോലും ആദ്യമായിട്ട് ഫസ്റ്റ് ഓണം ഇവൻ്റ് നടത്തിയത് KL കമ്പനിയാണ്. അവരൊരു ഇവൻറ്റ് മാനേജ്മെൻറ്റ് കമ്പനി പോലെയാണ് ആദ്യം തുടങ്ങിയത്. ഇന്നിപ്പോൾ ഒരു അസോസിയേഷനായി ധാരാളം ആളുകൾ അവരുടെ ഭാഗമാണ്. അവർ കാലിഡോണിയ എന്ന സ്ഥലത്ത് ഒരു നല്ലൊരു അടിപൊളി ഓണ ആഘോഷം നടത്തുകയുണ്ടായി. തിരുവാതിരയും പാട്ടും ഡാൻസും ഓണം ഗെയിംസും ഒക്കെ ആയിട്ട്. അതിൻ്റെ ഓണക്കാഴ്ചകളും വിശേഷങ്ങളിലേക്ക് നമുക്ക് കിടക്കാം അടുത്തതായി. തിരുവാവണിരാവ് മനസ്സാകെ നിലാവ്, മലയാള ചുണ്ടിൽ മലരോണപ്പാട്ട്. തിരുവാവണിരാവ് മനസ്സാകെ നിലാവ്, മലയാള ചുണ്ടിൽ മലരോണപ്പാട്ട്. നമ്മൾ KL കമ്പനി എന്ന് ഉദ്ദേശിക്കുന്നത് കേരളത്തിനോടുള്ള ഒരു അറ്റാച്ച്മെൻറ്റ് തന്നെയാണ് നമ്മൾ KL എന്നുള്ള നെയിമിലേക്ക് വന്നത്. അത് മെയിനായിട്ട് എന്താ വെച്ച് കഴിഞ്ഞാൽ നമ്മൾ കേരളത്തിൽ നിന്നുള്ള ആൾക്കാർ തന്നെയാണ് ഈ ഗ്രൂപ്പിൽ എല്ലാവരും ഉള്ളത്. അപ്പോൾ നമ്മൾ 5 co-foundersആണ് KL കമ്പനി എൻ്റർടൈൻമെൻറ്റ്സിനുള്ളത്. നമ്മളെന്താ ഇതിന് co-found ചെയ്യാനുള്ളൊരു കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മളൊരു ദിവസം ഇങ്ങനെ പാട്ടും ഡാൻസൊക്കെ ചെയ്യുന്ന ആൾക്കാർ തന്നെയാണ് നമ്മുടെ ഗ്രൂപ്പിൽ എല്ലാവരും ഉള്ളത്. അപ്പോൾ നമ്മളൊരു ദിവസം ഇങ്ങനെ ഒരു വീട്ടിൽ ഗെറ്റ് ടുഗദർ ചെയ്തപ്പോൾ നമ്മൾ വിചാരിച്ചു എന്തുകൊണ്ട് നമുക്ക് അന്ന് പാട്ടും ഡാൻസൊക്കെ ഒരു നമ്മൾ എൻജോയ്മെൻ്റ് ആയിട്ട് പോവുകയായിരുന്നു. അപ്പോൾ ആ സമയത്ത് നമ്മൾ എന്തുകൊണ്ട് നമ്മളൊരു സ്വന്തമായിട്ടൊരു കമ്പനി സ്റ്റാർട്ട് ചെയ്തതാ, ഒരു വൺ സ്റ്റോപ്പ് സൊല്യൂഷൻ ലൈക്ക് എൻ്റർടൈൻമെൻറ്റ്. സോ ഇൻ ദിസ് വി ഹാവ് ലൈക്ക് എ മ്യൂസിക് ബാൻഡ്, ഡാൻസ് ഗ്രൂപ്പ് and MCs, and we also do like decorations, and we also like small events as well as large events. So അങ്ങനെയാണ് നമ്മൾ ഇത് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ നമ്മൾ ഒരു വർഷത്തിനുള്ളിൽ, നമ്മൾ ഒരു വർഷമായിട്ടുള്ള സ്റ്റാർട്ട് ചെയ്തിട്ട് അതിനുള്ളിൽ നമ്മളൊരു ഏകദേശം ഒരു 50ഓളം ഇവൻറ്റ്സ് നമ്മൾ ചെയ്ത് കഴിഞ്ഞിരിക്കുന്നു. നമ്മൾ സ്വന്തമായിട്ടല്ല, വേറെ ഇവൻറ്റ്സിൽ നമ്മൾ പാർട്ടിസിപ്പേറ്റ് ചെയ്തിരിക്കുന്നു. ഇതിപ്പോൾ നമ്മൾ സ്വന്തമായിട്ട് ചെയ്യുന്ന ഫസ്റ്റ് ഇവൻ്റാണ്. ദാറ്റ്സ് വൈ ഇറ്റ്സ് സ്പെഷ്യൽ. നമ്മൾ അതുകൊണ്ടാണ് കിഡിലൻ ഓണം എന്നുള്ളൊരു പേരിനെ വെച്ചിരിക്കുന്നത്. അതുകൊണ്ട് നമുക്ക് ഇഷ്ടംപോലെ ഓഡിയൻസും നമുക്ക് ഇഷ്ടംപോലെ സപ്പോർട്ടേഴ്സും വന്നിട്ടുണ്ട്. അപ്പോൾ സ്റ്റേ ട്യൂൺ ഫോർ ഓൾ ദി അപ്ഡേറ്റ്സ്. KL കമ്പനിയുടെ ഓണം KL കിഡിലൻ 2K24 ഞങ്ങൾ ഇത്രയും നേരത്തെ തന്നെ സ്റ്റാർട്ട് ചെയ്യാൻ മെയിൻ ഫസ്റ്റ് ഓഫ് ഓൾ കാരണം എന്താണെന്ന് വെച്ചാൽ
നമുക്ക് ഇവിടെ ഒരു മലയാളി കൂട്ടായ്മ ഒണ്ടാരിയോയിൽ വളരെ കൂടുതലാണ്. അപ്പോൾ എല്ലാവർക്കും അവരവരുടെ അസോസിയേഷൻസിൻ്റെയും എല്ലാവരുടെയും കൂടെ ഒരു ഓണാഘോഷമുണ്ട്. അപ്പോൾ നമ്മൾ KL കമ്പനി ഞങ്ങൾ ജസ്റ്റ് ഇങ്ങനെ ആദ്യമായിട്ട് ചെയ്യുന്നതായതുകൊണ്ട് അതിൽ ഞങ്ങൾ ഓർഗനൈസേഴ്സ് ആയതുകൊണ്ടും, പക്ഷേ അത് കൂടാണ്ട് KL കമ്പനി എന്ന് പറഞ്ഞത് ഞങ്ങൾ ആർട്ടിസ്റ്റാണ് ഫുള്ളും. അപ്പോൾ ഞങ്ങളും ബാക്കി എല്ലാവരുടെയും നമ്മൾ കൂടെ പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്ന ആൾക്കാരാണ്. അപ്പോൾ അവർക്ക് ഒട്ടും ഒരു ക്ലാഷ് വരാണ്ടിരിക്കാൻ വേണ്ടിയിട്ടും പിന്നെ എന്താണ് അവർക്കും നമ്മുടെ അതിൽ പങ്കെടുക്കാൻ വേണ്ടിയിട്ടും കൂടിയാണ് ഞങ്ങളിത് ഇത്രയും നേരത്തെ ആക്കിയത്. അപ്പോൾ പക്ഷേ നല്ലതായതും ഐ തിങ്ക് ഇറ്റ്സ് ഫോർച്ചുനേറ്റ്ലി ദാറ്റ് ഇറ്റ്സ് ദ ഫസ്റ്റ് ഓണം ഇൻ ഓൺടാരിയോ. ഒരു ഹരിതചാരുതീരം പുഴയോരം കളമേളം കവിത പാടും തീരം കണ്ണോട് കരിയുഴും മണ്ണുതിരും മണമോ പെണ്ണിനു വിയർപ്പാലേ മധുമണമോ ഞാറ്റോല പച്ചവള പൊന്നും ചെളിക്കൊലുസ് പെണ്ണിവൾ കളമാറ്റും കളമൊഴിയാ കൊച്ചികൾ പകർന്നീലക്കിന കാണും മുട്ടിടും അനുരാഗ കരൾ പോലെ മണ്ണിനും ഇവൾ പോലെ മനം തുടിക്കും പാടാ കുട്ടനാടിൽ നീളം കേരനിരകളാടും ഒരു ഹരിതചാരുതീരം പുഴയോരം കളമേളം കവിത പാടും തീരം. ഏകദേശം 250ഓളം ആൾക്കാരാണ് രജിസ്റ്റർ ചെയ്തിരിക്കുന്നത് നമ്മുടെ ഈ പ്രോഗ്രാമിന് വേണ്ടിയിട്ട്. നമ്മുടെ ഈ പ്രോഗ്രാമിൽ ഓണസദ്യ ഉണ്ട്, പിന്നെ നമ്മുടെ പ്രോഗ്രാമിൻ്റെ ഹൈലൈറ്റായ ടാലൻറ്റ് ഷോ മിസ്റ്റർ ആൻഡ് മിസ്സിസ് കിഡിലൻ ഉണ്ട് വിത്ത് എക്സൈറ്റിംഗ് പ്രൈസസ്. പിന്നെ നമ്മുടെ ആൾക്കാരുടെ രജിസ്ട്രേഷൻസ് വന്നിരിക്കുന്നതെന്ന് പറഞ്ഞാൽ നയാഗ്ര മുതൽ ഒണ്ടാരിയോ ഒട്ടാകെ എന്ന് വന്നിട്ടുണ്ട്. നമ്മൾ മിസ്സിസാഗ മുതൽ നയാഗ്ര വരെ എന്നുള്ള എല്ലാ ആൾക്കാരും ഇതിന് പങ്കെടുക്കുന്നുണ്ട്. ആദ്യമായി എൻ്റെ ഓണാശംസകൾ. KL കമ്പനിയുടെ ആദ്യത്തെ ഓണം, അതുപോലെ തന്നെ ഒണ്ടാറിയോയിലെ 100% ഷുവർ ആദ്യത്തെ ഓണം, കാനഡയിലെ തന്നെ ആദ്യത്തെ ഒരു പക്ഷെങ്കിൽ ആദ്യത്തെ ഓണമായിരിക്കാം ഇത്. ഇന്ന് ഇവിടെ ഓണാഘോഷത്തിന് കടന്നു വരുവാൻ എനിക്ക് സാധിച്ചതിൽ വളരെ സന്തോഷമുണ്ട്. ഈ ഓണാഘോഷത്തിന് KL കമ്പനിക്ക് എൻ്റെ എല്ലാ ആശംസകളും ഞാൻ നേരുന്നു. കാനഡയിലെ മലയാളികളുടെ ആദ്യത്തെ ഓണാഘോഷമായ KL കമ്പനിയുടെ ഓണാഘോഷത്തിൽ പങ്കെടുക്കുന്ന എല്ലാവർക്കും ഓണാശംസകൾ. തീർച്ചയായിട്ടും ഇതൊരു തുടക്കമാണ്. ഇനി വരുന്ന വീക്കുകളിൽ ഓണ ആഘോഷങ്ങൾ വിവിധ സ്ഥലങ്ങളിൽ വിവിധ സംഘടനകൾ നടത്തുന്നുണ്ട്. അതിൽ പങ്കെടുക്കുന്ന അത് ഓർഗനൈസ് ചെയ്യുന്ന എല്ലാവർക്കും അഡ്വാൻസായിട്ട് ഓണാശംസകൾ നേരുകയാണ്. ശരിക്കും പറയുകയാണെങ്കിൽ ഈ KL കമ്പനിയുടെ എന്താണെങ്കിൽ അവരുടെ പ്രോഗ്രാംസുകൾ പ്രത്യേക സ്പെഷ്യൽ ആക്കിൽ അങ്ങനെയൊക്കെ പറയുന്ന കുട്ടികൾ അവരുടെ ഒരു വൈബ് ഞാൻ ഈ സ്പോൺസർഷിപ്പിന് എല്ലായിടത്തും ഓരോ സ്ഥലങ്ങളിൽ പോകുമ്പോഴത്തേക്ക് ഇവരെ കണ്ടിട്ടുണ്ട്. അപ്പം അവർ എക്സൈറ്റ്മെൻ്റ് ആയിട്ട് ഒരു ദിവസം എന്നോട് എന്താ പറയുക, ചേട്ടാ ഞങ്ങളിങ്ങനെ ഒരു ഓണാഘോഷം ചെയ്യാൻ ആദ്യത്തെ ഓണം ചെയ്യാനൊരു പ്ലാനുണ്ട് എന്ന് പറഞ്ഞപ്പോഴത്തേക്ക് ഞാൻ വളരെ സന്തോഷപൂർവ്വം ചെയ്യാൻ കാര്യം എന്ന് പറഞ്ഞാൽ അവരിൽ നല്ലൊരു ഒരു കൂട്ടായ്മ അതല്ലെങ്കിൽ നല്ലൊരു വേവ്ലെങ്ത് നമ്മളെ കണ്ടതുകൊണ്ട് മാത്രമാണ്. ശരിക്കും നല്ലതാണ്. ആദ്യത്തെ ഓണമാണ്. ഇവിടെ വന്ന എല്ലാവർക്കും എൻ്റെ ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ ആശംസിക്കുന്നു. പൊട്ടണ കാന്ത
ആക്ച്വലി നമ്മുടെ മലയാളികളുടെ കേരള ഹെറിറ്റേജും അത് ഓണം തന്നെ ആയിരിക്കണം എന്നൊരു നിർബന്ധം ഉണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെയാണ് നമ്മുടെ KL കമ്പനി എന്നുള്ള ആദ്യമായിട്ട് നമ്മുടെ KL കിഡിലൻ 2K24 ഓണം എന്ന് നമ്മൾ സ്റ്റാർട്ട് ചെയ്യാൻ തന്നെ തീരുമാനിച്ചത്. അത് മാത്രമല്ല, ഒരുപക്ഷെ ഇത് ആക്ച്വലി കാനഡയിലെ ഫസ്റ്റ് ഓണമായിരിക്കും. നമ്മൾ മാവേലി തമ്പുരാനെ വളരെ നേരത്തെ തന്നെ ബിസിനസ് ക്ലാസ് കൊടുത്ത് പാതാളത്തിൽ നിന്ന് ഇങ്ങോട്ട് ഇറക്കുമതി ചെയ്തേക്കുവാണ്. അപ്പോൾ പുള്ളിക്കാരനും ഭയങ്കര സന്തോഷമായിരുന്നു നേരത്തെ തന്നെ വരാൻ പറ്റിയതിലും. അത് മാത്രമല്ല, ഇന്ന് നമുക്കിവിടെ നല്ലൊരു ഓണസദ്യയും കൂടെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഓണസദ്യ എന്ന് പറഞ്ഞാൽ അറിയാലോ, നമ്മൾ മലയാളികളുടെ വളരെ വളരെ വേണ്ടപ്പെട്ട എല്ലാ കൊല്ലവും നമ്മൾ കഴിക്കുന്ന ഒരു ബ്യൂട്ടിഫുൾ ടേസ്റ്റി ഉള്ള ഒരു ഫീസ്റ്റ് തന്നെയാണ് നമ്മുടെ ഓണസദ്യ എന്ന് പറഞ്ഞാൽ. അപ്പോൾ അതെല്ലാം ഇവിടെ വന്ന എല്ലാവർക്കും, നമ്മുടെ ഗസ്റ്റുകൾക്കും, ഈ പ്രോഗ്രാം എൻജോയ് ചെയ്യാൻ വന്നവരും KL കമ്പനിയെ സപ്പോർട്ട് ചെയ്യാൻ വന്ന നമ്മുടെ വെൽ വിഷേഴ്സും സുഹൃത്തുക്കൾക്കും ഒക്കെ ഹൃദയത്തിൻ്റെ ഭാഷയിൽ നിന്ന് ഞാൻ നന്ദി പറയുന്നു. താങ്ക് യു. சுவாசமேன் மூச்சில் உன் வார்த்தையின் பேச்சில் 500 நூற்றாண்டு வாழ்வோம் என் வாழ்வேவா. மலர்களே மலர்களே இது என கனவா. காத்திருப்பு கண்மணி காத்திருப்பு கண்மணி ഉറങ്ങാത്ത മനമോടെ നിറമാർന്ന നിഴലോടെ മോഹാരമേ പൂശിക്കേ. കേരളീയത്തിന്റെ ഇന്നത്തെ
ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ അവസാനിക്കുകയാണ്. ഇന്നത്തെ എപ്പിസോഡ് നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായെന്ന് കരുതുന്നു. എന്തെങ്കിലും പുതുതായി കാണാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ, കേരളത്തിൻ്റെ ഭാഗമാകാൻ താല്പര്യമുണ്ടെങ്കിൽ ഞങ്ങൾക്ക് എഴുതുക.